അർത്ഥം ചിന്തിച്ച് ഓതിയിട്ട് ഖുർആനിന്റെ ഉൾപ്പൊരുളുകൾ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾക്ക് അവർക്കുള്ള സ്ഥാനം കേൾക്കണോ? വേറെ ഓതാത്തവർക്കത് കിട്ടൂല. അൽ മാഹിറു ബിൽ ഖുർആനി മഅസ്സഫറത്തിൽ കിറാമിൽ ബററാ. ഖുർആനിൽ നൈപുണ്യം നേടിയവർ, ഇമാം നവവി തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അത് 3 രൂപത്തിലാണ്. ഒന്നതിന്റെ ഖിറാഅത്തിലാണ്, മറ്റൊന്നതിന്റെ അമലിലാണ്, മറ്റൊന്നതിന്റെ ഹിഫ്ലിലാണ്, അർത്ഥം ചിന്തിച്ച് ഓതുന്നതിലാണ്. അങ്ങനെ ഓതി ഗ്രഹിച്ച് അമല് ചെയ്ത് ഖുർആനുമായി ടച്ച് ചെയ്ത് വളരെയധികം സമർത്ഥരായി സമഗ്രരായി ജീവിക്കുന്നവരില്ലേ, അവര് മനുഷ്യരെ കൂടെയല്ല, മഅസ്സഫറത്തിൽ കിറാമിൽ ബററാ, അല്ലാഹ് മഹത്വം നൽകിയ മഹത്തുക്കളായ മലക്കുകളുടെ കൂടെയാണ്. സദാസമയത്തും കാവലിന് മലക്കുകളുണ്ട്. അവരാരെന്തെങ്കിലും പറഞ്ഞാൽ, അവരാരെന്തെങ്കിലും ചെയ്താൽ തിരിച്ചു ചെയ്യുന്നതും പറയുന്നതും അവരല്ല, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന മലക്കുകളാണ്. വീട്ടിൽ വെച്ച് ഖുർആൻ ഓതേണ്ടേ, ഖുർആൻ ഓതിയിട്ട് മലക്കുകൾ വീട്ടിലേക്ക് വരണ്ടേ. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഖുർആൻ ഓതുമ്പോ സൂറത്തുൽ ബഖറയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ കഹ്ഫ് ആണെന്നും റിപ്പോർട്ട് ഉണ്ട്. മലക്കുകൾ ഇറങ്ങി വരുന്നത് വ്യത്യസ്ത ശൈലിയിൽ മഹാനവർകൾ കണ്ടല്ലോ. വീട്ടിൽ വെച്ച് ഖുർആൻ ഓതണ്ടാന്ന് ചിന്തിക്കുന്നവരുടെ വീടിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. ഒരു മലക്കിന്റെയും പ്രവേശനമില്ലാത്ത വീടോ, റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വീടോ, അവിടെ താമസിക്കുന്നതും തൊഴുത്തും ഒരുപോലെയല്ലേ? അവിടെ താമസിക്കുന്നതും അതുപോലെ തന്നെ മറ്റു ജീവികളെ കെട്ടുന്ന സ്ഥലവും ഒരുപോലെയല്ലേ? ആ ജീവികൾ മോട്ട് കാണിക്കും പോലെ ബുദ്ധിയുള്ള ജീവികളും മോട്ട് കാണിക്കൂലേ? മനുഷ്യന്മാർക്കും ഒരു മോട്ടുണ്ടല്ലോ. ബുസിരി മാമുദങ്ങൾ പറഞ്ഞതുപോലെ മല്ലി ബിറദ്ദി ജിമാ ഹിമ്മിൻ ഗവായതിഹാ കമാ യുറദ്ദു ജിമാഉൽ ഖൈലി ബില്ലുജുമി. എന്റെ നസ്സുല്ലമ്മാറയാകുന്ന ശരീരത്തെ മോട്ട് കാണിക്കുമ്പൊന്ന് കടിഞ്ഞാണിടാനാരാണ്? കമാ യുറദ്ദു ജിമാഉൽ ഖൈലി ബില്ലുജുമി. കുതിര മോട്ട് കാണിക്കുമ്പോ കടിഞ്ഞാണ് കൊണ്ടതിനെ തടഞ്ഞു നിർത്തും പോലെ എനിക്ക് തടഞ്ഞു നിർത്താൻ എനിക്ക് ആരുണ്ട് എന്ന് സ്വന്തം ശരീരത്തിന്റെ ഹവയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഇമാം ബുസീരി തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഖുർആൻ ഓതാത്ത വീട്ടിന്റെ അവസ്ഥ കൽബൈത്തിൽ ഖരിബി, അത് തകർന്ന വീട് പോലെയാണ്. തകർന്ന വീട്ടിൽ താമസിക്കാനൊക്കുമോ? അവിടെ ആരെങ്കിലും പോയി താമസിക്കുമോ? പോകട്ടെ, കാറ്റടിച്ച് തകർന്നു വീണാൽ, വെള്ളപ്പൊക്കം വന്ന് തകർന്നു പോയാൽ അവിടെ പിന്നെ വീടുണ്ടാക്കാൻ തന്നെ ജനങ്ങൾ ധൈര്യപ്പെട്ട് വരുമോ? ഖുർആൻ ഓതാത്ത വീടിന്റെ സ്വഭാവം അങ്ങനെയാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞില്ലേ, ഖുർആൻ ഓതാത്ത വീട് യഖില്ലു ഖൈറുഹു, നന്മ കുറയും, വയക്സുറു ശർറുഹു, തിന്മ പെരുത്തുകൂടും, വയദീഖു അലാ അഹ്ലിഹി, ആ വീട്ടുകാർക്ക് സങ്കുചിതത്വ മനോഭാവം ഉണ്ടാകും. എല്ലാവരെയും അവർക്ക് കണ്ടാൽ ദഹിക്കൂല, എല്ലാവരെയും പോലും സ്വീകരിക്കൂല, എല്ലാവരോടും മുഖം കൊടുക്കാൻ കഴിയൂല, അവർക്കൊരു ഇടുങ്ങിയ അവസ്ഥ വരും. കാരണം ബറക്കത്തിന്റെ നിദാനമാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഓതണം, ഖുർആൻ കഴിയൊഴിക്കരുത്. ആരെങ്കിലും ഓതണ്ടാന്നും പറഞ്ഞ് കേട്ടിരുന്നിട്ട് ജീവിതകാലം മുഴുക്കയും ഖുർആൻ ഓതാനുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തി പോകരുത്. വളരെ സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഖുർആനോത്തിനോളം ഒക്കുന്ന ഒരു ദിക്റോ, ഖുർആനോത്തിനോളം ഒക്കുന്ന ഒരു സംഗീതമോ, ഖുർആനോത്തിനോളം ഒക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ അള്ളിപ്പിടിക്കേണ്ട ഒരു സൗന്ദര്യമുള്ള ഭാഷയും ഒരു സൗന്ദര്യമുള്ള ശൈലിയും ലോകത്ത് അല്ലാഹ് സംവിധാനിച്ചിട്ടില്ല. എത്ര കേട്ടാലും മതി വരാത്ത ശബ്ദം. എത്ര കാലമായി ഒരേ ഇമാമിന്റെ ഓത്ത് ഹറമിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് മാറ്റണമെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടോ? 40 കൊല്ലായില്ല ഇമാം ഓതുന്നത്. അത് കേട്ടിട്ട് പൂതി തീർന്നിട്ടില്ല. ഖുർആൻ അങ്ങനെ കേട്ടിട്ട് പൂതി തീരുമോ? ഈമാനുള്ളവന് തീരൂല.
ഖുർആനോത്ത് മരിക്കുന്ന നേരത്തും കേൾക്കാനല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊതിച്ചത്. തഹജ്ജുദ് അടക്കം നിസ്കരിച്ച ഷാഫി ഇമാം തങ്ങൾ ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, മോനെ, ആലു ഇമ്രാൻ സൂറത്തിലെ 121 ആയത്ത് മുതൽ ബദരീങ്ങളെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്, അതൊന്ന് ഓതൂ, ഞാനതങ്ങ് കേട്ട് മരിക്കട്ടെ. അതുകൊണ്ട് ഖുർആനോത്തിൽ കഴിവാർജിക്കണം, ഖുർആനെ വിടാതെ നമ്മൾ മുതലാക്കണം, ഖുർആനെ എന്നും കൊണ്ടു നടക്കണം. പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലേ മനസ്സിന് മാറ്റം വരുത്താൻ കഴിയുക. മനസ്സിന്റെ കിബറും മനസ്സിന്റെ ഉജുബും മനസ്സിന്റെ റിയാവും മനസ്സിന്റെ ശഹവത്തും മനസ്സിന്റെ ഹിർസും മനസ്സിന്റെ ഹസദും മനസ്സിന്റെ റിയാവും ഒക്കെ മാറിക്കിട്ടാൻ ഒന്നാമത്തെ മരുന്നായി പഠിപ്പിച്ചത് ഖുർആനല്ലേ. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. മനസ്സിന് ചികിത്സ വേണ്ടേ? നല്ല മനസ്സുണ്ടാകണ്ടേ? നല്ലത് ചിന്തിക്കുന്ന മനസ്സ് വേണ്ടേ? അതുകൊണ്ട് ഖുർആൻ ഓതണം, അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയിട്ട് മലക്കുകൾ ഇങ്ങനെ വരുന്ന ഒരു രൂപം ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു കാണുന്നു. പക്ഷേ അത് മലക്കുകളാണെന്ന് തിരിയുന്നില്ല. മുന്നിൽ കിടക്കുന്ന തന്റെ മുന്നിലുള്ള കുതിര കയറ് പൊട്ടിച്ചു ഓടുകയാണ്. ഓടാൻ വേണ്ടി ശ്രമിക്കുമ്പോ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന മകൻ യഹ്യ കുതിരന്റെ ചവിട്ടുകൊണ്ട് മരിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് ഓത്ത് നിർത്തിപ്പോയി. 2 പ്രാവശ്യം ഇറങ്ങി, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇറങ്ങി, കുതിരയെ ഭദ്രമായി കെട്ടിയിട്ടു. വീണ്ടും കുതിര ഓടാൻ തുടങ്ങുകയാണ്, ഓടിപ്പോകാൻ തുടങ്ങുകയാണ്. പുറത്തിറങ്ങി നോക്കുമ്പോ അംസാലുൽ മസാബി, വിളക്കിന്റെ രൂപങ്ങൾ ഇങ്ങനെ കാണുന്നു. നേരം വെളുത്ത് സുബഹിക്ക് പോയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളെ, ഇന്നലെ ഞാൻ രാത്രി ഖുർആൻ ഓതിയിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ ഖുർആൻ ഓതുമ്പോ എന്റെ കുതിര കയറ് പൊട്ടിച്ച് ഓടുകയാണ്. ഞാൻ 2-3 പ്രാവശ്യം അതിനെ കെട്ടി ഭദ്രമാക്കി. കാരണം അത് പൊട്ടിച്ച് ഓടുന്ന സ്ഥലത്താണ് എന്റെ മകൻ കിടക്കുന്നത്. അന്നത്ര സൗകര്യമല്ലേ ഉള്ളൂ. മകൻ യഹ്യന്റെ ശരീരത്തിൽ കുതിര ചവിട്ടിയ നല്ല ആരോഗ്യമുള്ള ജീവിയല്ലേ കുതിര. മകൻ മരിച്ചു പോകുന്നു, പേടിച്ചു. അപ്പോ ചോദിച്ചു, എന്താണെന്ന് അറിയോ? നിങ്ങൾക്കറിയോ എന്താണ് ആ കണ്ട രൂപം? തിൽക്കൽ മലായിക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മലക്കുകളാണ്. ഉസൈദേ, ധനത്തില് സൗത്തിക്ക, നിങ്ങളെ ശബ്ദം കേട്ട് തായോട്ട് ഇറങ്ങി വന്നതാണ്. വലൗ ഖറഅത ലഅസ്ബഹന്നാ വലൗ ഖറഅത ലഅസ്ബഹത യൻദുറു الناس ഇലൈഹാ ലാ തതവറാ അൻഹും. നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ ജനങ്ങൾക്കൊക്കെ അത് കാണാമായിരുന്നു. ഒരു അർ-റഹ്മാൻ സൂറത്ത് ഒരു ദിവസം ഓതിയാൽ, രാത്രിയാണ് ഓതിയതെങ്കിൽ 50,000 മലക്കുകളല്ലേ സുബ്ഹി വരെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. സൂറത്തുൽ ഹശ്റിനും ഉണ്ടല്ലോ ഇതേ മഹത്വം. ഈ മഹത്വങ്ങളൊക്കെ വിട്ടിട്ട് എവിടേക്കാണ് ഒരു മുസ്ലിമായ ആണ് പെണ്ണ് പോകുന്നത്? ഇതിനേക്കാളും മഹത്വം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ഹോജരാജാവും ഇല്ല. ഏറ്റവും കൂടുതൽ ഇത് പഠിപ്പിച്ചത് ഏറ്റവും വലിയ ശൈഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ മുസ്ലിം സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, അതുകൊണ്ട് വഴിപിഴച്ചു പോകുന്ന ഏതെങ്കിലും സിദ്ധാന്തങ്ങളിൽ പെട്ടിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ സൗന്ദര്യമാകുന്ന ഖുർആനിനെ വിട്ടുകൂടാ. കാരണം ഇത് റബ്ബുൽ ആലമീന്റെ കിതാബാണ്. ലോകരക്ഷിതാവിൽ നിന്ന് അള്ളാഹു നമുക്കിറക്കിയ കിതാബാണ്. ഈ കിതാബ് ഓതിയിട്ട് ഇത് കേട്ടിട്ട് നമ്മൾ നന്നാകണം. അതിനല്ലേ അള്ളാഹു ഈ ഖുർആൻ ഇറക്കിയത്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റബ്ബുൽ ആലമീനായ ഒരുത്തന്റെ കിതാബ്, ഫീഹി അജായിബുൽ ആലമീൻ, അതിൽ ലോകർക്കുള്ള മുഴുവൻ വിസ്മയങ്ങളുമുണ്ട്. ഞാൻ വെറുതെ നേരത്തെ ശാസ്ത്രങ്ങൾ എണ്ണിയതല്ല. റാസി ഇമാം തങ്ങൾ പറയുന്നു, ലി അന്ന കിതാബ മൻ യകൂനു റബ്ബൽ ആലമീൻ,
ലോകത്തെ പരിപാലിക്കുന്ന സൃഷ്ടാവായ റബ്ബിന്റെ കിതാബാകുമ്പോ ആ കിതാബിൽ ലോകർക്കുള്ള എല്ലാ അത്ഭുതങ്ങളുമുണ്ട്. അത്ഭുതങ്ങളുടെ അറിവുകൾ ഖുർആനിലുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് ആ അത്ഭുതങ്ങൾ മനുഷ്യന്റെ ശരീരത്തെ ക്ഷണിച്ചു വരുത്തുന്നത് ഖുർആൻ നന്നായി ശ്രദ്ധിക്കാനും പഠിക്കാനും അതേ പഠനത്തിന് വിധേയമാക്കാനുമാണ്. ഒരു സംശയവും വേണ്ട, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ കിതാബ് അത് ഖത്മു തീർത്ത് പെരുത്ത് ഖത്മു തീർത്ത് ആ ഖത്മിന്റെ ദുആയിൽ പങ്കെടുത്ത് മക്കളെ നന്നാക്കിയവരല്ലേ മഹത്തുക്കൾ. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബിമാരെ കൂട്ടത്തിൽ അത്ര കുട്ടികളുള്ള ഒരു സ്വഹാബിയെ നമുക്ക് കാണാൻ പറ്റൂല. കാരണം 120 മക്കള് സ്വന്തം മുതുകിൽ നിന്ന് തന്നെ അല്ലാഹു തആല നൽകിയിട്ടുണ്ടല്ലോ. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സ്വഭാവമുണ്ട്. എന്തായിരുന്നു മഹാനവറുകളുടെ സ്വഭാവം? ഖുർആനിന്റെ ഖത്മു തീർക്കുന്ന സമയം വന്നാൽ അതേ ഖത്ം ദുആക്ക് വേണ്ടി മക്കളെ കൂട്ടിപ്പോകുന്ന സ്വഭാവം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ കാണാം, നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പതിവ് അന്നഹു കാന യജ്അലു റജുലൻ യുറാഖിബു റജുലൻ യഖറഉൽ ഖുർആൻ. ശമ്പളത്തിന് ഒരാളെ നിശ്ചയിച്ചിരുന്നു. എന്താണ് അയാൾക്ക് പണി? ഖുർആൻ ഓതുന്നവരെ നിരീക്ഷിക്കാൻ. ഖത്തം തീർക്കാനായാൽ വിവരം തരണം, അതിന് മാസത്തിൽ ശമ്പളമുണ്ട്. അവര് ഖുർആനായിട്ടുള്ള ബന്ധം പറഞ്ഞത് ഇതൊക്കെ വിട്ടിട്ടുണ്ടോ നമ്മൾ ജയിക്കാൻ പോകുന്നത്? അന്നഹു കാന യജ്അലു റജുലൻ യുറാഖിബു റജുലൻ യഖറഉൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന ആളെ നിരീക്ഷിക്കാൻ ഒരാളെ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു. ഫൈദാ അറാദ യഖ്തിമ, ഖത്തം തീർക്കാൻ ഉദ്ദേശിച്ചാൽ അഅലമ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് തങ്ങളെ വന്ന് അറിയിക്കും ഇദാ ഖത്തം തീരാനായിട്ടുണ്ട്. ഫയശ്ഹദു ദാലിക, ഖത്മിനെ സംബന്ധിക്കും. അതുകൊണ്ടാണ് സദ്യകള് ഇപ്പൊ പരത്തി പറയാൻ പറ്റൂല. സദ്യകൾ സുന്നത്തുള്ള ഒരുപാട് സദ്യകളുണ്ട്, 10 ഉണ്ട്. അതൊക്കെ നമ്മൾ ഹയാത്തായിക്കൊണ്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ആമീൻ പറയാത്ത ചിലവുണ്ട്? നല്ലോണം ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഴയ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അതൊക്കെ ഒഴിവാക്കിയതാണ്. പഴയ കാലത്തെ വല്യമാര് വല്യപ്പാര് ഖത്തം തീർക്കാനായാൽ അവർക്ക് നല്ലോണം ദുആ വശമില്ലാത്തത് കൊണ്ട് എന്നാ ചെറിയ ഓത്തുപള്ളി മറ്റൊക്കെ അല്ലേ, ആ ഉസ്താദിനോടൊന്ന് അസർക്ക് വരാൻ പറയും, അത് ഖത്തം ദ്വാരക്കാൻ. അപ്പൊ ഉസ്താദ് വന്ന് അസർക്ക് ഖത്തം ദ്വാരക്കുന്ന ശൈലി എങ്ങനെയാന്ന്? അലംതറ മുതൽ താഴോട്ട് അങ്ങനെ ഓതും. അപ്പുറത്തുനിന്ന് കുടുംബക്കാരൊക്കെ ഉള്ളുന്ന് ഓതും. ഉമ്മാമ ഉണ്ടാവും ഖത്തം തീർക്കാൻ ഉമ്മാം, ഇപ്പുറത്തുനിന്ന് ആ ഉസ്താദ് ഈ ഖത്തമിന്റെ ദുആ ദ്വാരക്കും. അതുകൊണ്ട് ആ വീട്ടിൽ ഒരൊറ്റ രോഗമില്ല, ഒരസുഖമില്ല. 100-ലധികം വയസ്സായാലും നല്ല ആഫിയത്താണ്. ഒരു ഇബാദത്തിനും മുടക്കല്ല, ഒന്നിനും കുറവില്ല. ഖുർആനിന്റെ ബർക്കത്ത്. അവിടെ ചെറിയ എണ്ണക്കടിയും ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സൽക്കാരം, ഒരു വലീമത്തതിന് സുന്നത്തുണ്ട്. എത്ര പ്രാധാന്യമുള്ള വിഷയമാണ്. കുട്ടികളെ മാർക്കല്യാണം കഴിക്കുമ്പോ വലീമത്ത് സുന്നത്തില്ലേ? ഉണ്ട്. ഹഖീഖയുടെ സമയത്ത് വലീമത്ത് സുന്നത്തില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ യാത്രയുടെ സമയത്ത് വലീമത്ത് സുന്നത്തുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കി തീരുന്ന അന്ന് ഒരു വലീമത്ത് സുന്നത്തുണ്ട്. ഖുർആൻ ഖത്മ് തീരുന്ന അന്നും വലീമത്ത് സുന്നത്തുണ്ട്. ഇനിയിപ്പോ ആരും ഖത്തം തീർക്കൂലല്ലേ? എല്ലാരും ഖത്തം തീർത്ത് നല്ല വലീമത്ത് കൊടുക്കണം, നല്ല സദ്യ. വലീമത്ത് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ദ്വാരനെ സംഘടിപ്പിച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്താൽ എന്തിനാ ഭക്ഷണം കൊടുത്ത്? അള്ളാന്റെ ഖുർആൻ ഒരു ഖത്മ് തീർക്കാൻ അള്ളാഹ് എനിക്ക് തൗഫീഖ് നൽകിയല്ലോ. ഈ ഒരു സന്തോഷം, അത് വലിയ സന്തോഷമല്ലേ, ചെറുതല്ലല്ലോ. കാരണം ഖുർആൻ ഒരു പ്രാവശ്യം ഖത്മ് തീർക്കാൻ ഒരു മനുഷ്യന് കഴിയാന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യാണ്. നിങ്ങൾ നോക്കി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശമ്പളം കൊടുത്ത് നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരാൾ എവിടുന്നെങ്കിലും സ്വതക്ക കൊടുക്കാനുള്ള പൈസയിട്ട് വരുന്നുണ്ടോ നോക്കാനല്ല. അതിനല്ല ഒരാളെ നിശ്ചയിക്കുന്നത്. ആരെങ്കിലും സ്വതക്ക ചെയ്യാനുള്ള മുതലായിട്ട് ഹറമിൽ വരുന്നുണ്ടോ നോക്കണം, മദീനത്തെ ഹറമിൽ. അങ്ങനെ വന്നാൽ വേഗം അറിയിക്കണം, എന്നാ മുന്നിൽ പോയി വാങ്ങാലോ എന്ന് എഴുതിയിട്ടല്ല. ഖുർആൻ ഖത്മ് തീർക്കാൻ ഓരോരുത്തർക്കും എത്ര ഡേറ്റ് ഉണ്ട്? ഓരോരുത്തരും വിവിധ രൂപത്തിലല്ലേ. 3 ജുസ് ഓതുന്നവരുണ്ടാകും, 2 ജുസ് ഓതുന്നവരുണ്ടാവും, 4 ഓതുന്നവരുണ്ടാവും. എല്ലാവർക്കും ഒരേ കണക്കാവില്ലല്ലോ. അപ്പൊ ഖത്തം തീരാനായാൽ ഈ നിശ്ചയിച്ച ആൾ പോയിട്ട് പറയും തീരാനായി, അപ്പൊ അവിടെ പങ്കെടുക്കും. അവിടെ തീരുമ്പോൾ അത് അവിടെയും തീരാനായി, അവിടെ പങ്കെടുക്കും. അങ്ങനെ എത്ര ഖത്മിലാ പങ്കെടുക്കുക? ഖത്തം ദുആന്റെ ദുആ അത് ഇജാബത്ത് ഉറപ്പാണ്. ഇതിൽ തർക്കല്ല. ഖത്തം ദുആന്റെ ദുആക്ക് വലിയ ഇജാബത്തുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പരിപാടി നോക്ക് നിങ്ങൾ. കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇദാ ഖതമൽ ഖുർആൻ, ഖുർആൻ ഖത്മ് തീർക്കാണെങ്കിൽ ജമഅ അഹ്ലഹു, കുടുംബത്തെ ഒക്കെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് വദഅ,
പ്രാർത്ഥന നടത്തും. അങ്ങനെ ഖത്മിന് വേണ്ടി ക്ഷണിച്ചു വരുത്തുന്ന ഏർപ്പാടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഹകം ഇബ്നു ഉതൈബ റളിയല്ലാഹു അൻഹു പറയുന്നത്, താബിഈയായ മഹാനാണ്, അർസല ഇലയ്യ മുജാഹിദുൻ, എൻ്റെ അടുത്തേക്ക് മുജാഹിദ് റളിയല്ലാഹു അൻഹു ആളെ വിട്ടു. അബ്ദത്ത് ബിൻ അബീ ലുബാബ റളിയല്ലാഹു അൻഹു വിട്ടിട്ട് ഒരാളെ വിട്ടിട്ട് അവർ പറഞ്ഞേക്കാണ്, നിങ്ങളൊന്ന് വരണം, ഖത്തം ദുആർക്കാനാണ്. ഖത്തം ദുആയിന് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖത്മിൽ ഖുർആൻ. കാരണം പൊതുവേ സ്വഹീഹായ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, ഇന്നർ റഹ്മത തൻസിലു ഇൻദ ഖാതിമത്തിൽ ഖുർആൻ. ഖുർആൻ ഖത്മു തീർക്കുമ്പോൾ അള്ളാന്റെ റഹ്മത്ത് അവിടെ ഇങ്ങനെ ഇറങ്ങും, കയ്യും കണക്കില്ലാത്ത റഹ്മത്ത് ഇറങ്ങും. അതുകൊണ്ട് ഖുർആനുമായിട്ട് നല്ല ബന്ധം വേണം. സ്വഹാബിമാരുടെ മഹത്വം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഖത്മു തീർക്കുന്ന സമയത്തുള്ള അവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഖത്തം തീർക്കുന്ന അന്ന് സ്വഹാബിമാർക്ക് വേറൊരു പതിവും കൂടി ഉണ്ടായിരുന്നു. താബിഈങ്ങൾക്കൊക്കെ ഖത്തം തീർക്കുന്ന അന്ന് നോമ്പ് നോറ്റുകൊണ്ട് ഖത്തം തീർക്കുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു. നിങ്ങൾ നോക്കി, ഇതൊക്കെ ഖുർആനിന്റെ ഒരു ഖത്മിന് അവർ പരിഗണിച്ച ശൈലിയാണ്. ഇതൊക്കെ വിട്ടിട്ട്, ഖുർആനൊക്കെ വിട്ടിട്ട് നമുക്കുണ്ടോ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? അതുകൊണ്ട് ഖുർആൻ ഓതണം. ഖുർആനിന്റെ ഖത്മിന്റെ ദുആക്ക് പങ്കെടുക്കാൻ ഹൈലുകാരിയായ സ്ത്രീകളോട് വരെ പുറപ്പെടാൻ വേണ്ടി കൽപ്പന വന്നിട്ടുണ്ട്. ഖത്തം ദുആക്ക് പങ്കെടുക്കാൻ അത്രയും പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഖുർആനിന്റെ അവതരണം അത് സംശയം വേണ്ട ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ഇനി ഇവിടെ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്, അം യഖൂലൂന ഇഫ്തറാ. മക്കക്കാരെ പറ്റി അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സംശയിക്കുന്നവരോട് ഇന്നും ഈ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അല്ല, മക്കക്കാര് പറയുന്നുണ്ടോ ഇഫ്തറാ, ഇത് ഓതിക്കൊടുക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം വകയിൽ നിർമ്മിച്ചതാണെന്നവർ പറയുന്നുണ്ടോ? സ്വന്തം വകയിൽ നിർമ്മിച്ചുണ്ടാക്കിയതാണെന്നവർ പറയുന്നുണ്ടോ? റബ്ബുൽ ആലമീന്റെ ഭാഗത്തു നിന്നുള്ള കിതാബാണ്, സംശയം വേണ്ട, അള്ളയാണ് ഇതിറക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ചോദ്യം, ഇത് മറ്റാരും നിർമ്മിച്ചതല്ല. അപ്പൊ അവരൊക്കെ നിർമ്മിച്ചു എന്ന് പറയുന്നതുണ്ട്. അതാരെ പേരിലാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിലാണ്. അത്ഭുതമല്ലേ? അവരോട് ഈ ചോദ്യം ഒരു നിഷേധത്തിന്റെ രൂപത്തിലും വിസ്മയത്തോടെയുമാണ് അള്ളാഹു ചോദിക്കുന്നത്. കാരണം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവർക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ്. വ്യക്തി വിശുദ്ധി ജീവിതത്തിൽ ഇത്രയും കാത്തു സൂക്ഷിച്ചൊരു നേതാവ് അവർക്കിടയിൽ വേറെ ആരുമില്ല. അതിന്റെ ഏറ്റവും വലിയ മഹത്വമാണ്. എല്ലാവരും അവിടുത്തെ വിളിക്കുന്നത് അൽ അമീൻ, യഥാർത്ഥ സമ്പൂർണ്ണ വിശ്വസ്തൻ എന്നല്ലേ അവര് വിളിക്കുന്നത്. സ്വന്തം പേരല്ലോ അവര് വിളിക്കുന്നത്, ഈ ബഹുമാനത്തിലല്ലേ. മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാഹചര്യമോ ഒരു വാക്കോ ഒരു പ്രവർത്തനമോ നേതാവിൽ നിന്ന് കണ്ടിട്ടില്ല. അവർക്കാർക്കും മുന്നിൽ പോയി തപസ്സിരുന്നിട്ട് ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ചു കേട്ട ഒരു സ്വഭാവമില്ല. എവിടുന്നെങ്കിലും എന്തെങ്കിലും എഴുതി കൊണ്ടുവന്ന ഒന്നും ഇല്ല. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും അമാനത്തോടുകൂടെ ജീവിച്ച് തങ്ങൾ വന്നിട്ട് ഖുർആൻ ഓതി കൊടുക്കുമ്പോ അവരെങ്ങനെയാണ് ഇത് പറയുക? ഇത്രയും സാഹിത്യ ഭംഗിയുള്ള ഒരു ഖുർആൻ ഓതി കൊടുക്കുമ്പോ അം യഖൂലൂന ഇഫ്തറാ, അവര് പറയുന്നുണ്ടോ? ആ പറയുന്നത് അത്ഭുതം തന്നെയാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് അവർ പറയുന്നുണ്ടോ? അല്ല കേട്ടോ, ഇത് അള്ളാഹുവിന്റെ കിതാബാണ്. അള്ളാഹുവല്ലേ ഇത് ഇറക്കിയത്. ഇത് ഇറക്കിയത് അള്ളാഹുവല്ലേ. ഇറക്കിക്കൊണ്ടുവന്നത് അള്ളാഹുവിലേക്കും ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കും രണ്ടും ചേർത്തി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒരു സംശയവും ഈ വിഷയത്തിൽ വേണ്ട എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ശേഷം, കാരണം സംശയിക്കേണ്ട ഒരു വകുപ്പും ഇവിടെയില്ല. ഉറപ്പില്ലാത്തതിനെ പറ്റിയല്ലേ ഈ പറയുന്നത്. ഉറപ്പില്ലാത്തതിനെ പറ്റി ശക്ക് എന്ന് പറയും. ശക്ക് നിങ്ങൾ നോക്ക്, 3 രൂപത്തിലല്ലേ സംശയമില്ലാത്തത് ഉറപ്പില്ലാത്തതിനെ പറ്റി പറയാറുള്ളത്. ഒന്നുകിൽ അതിൽ ശക്കുണ്ട്, അല്ലെങ്കിൽ ലൊന്നുണ്ട്, അല്ലെങ്കിൽ വഹ്മുണ്ട് എന്ന് പറയും. 2 ഭാഗങ്ങളും സമാസമമാണെങ്കിൽ ശക്ക് എന്ന് പറയും. അല്ല,
രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തുന്നതും നിഷേധിക്കുന്നതും. ലന്ന് ഭാവിക്കുന്നത് എന്ന് പറയുന്നത് സ്ഥിരപ്പെടുത്തുന്ന ഭാഗം കുറച്ച് മുൻതൂക്കം നിൽക്കും, പക്ഷേ ഉറപ്പിച്ചു പറയാൻ കഴിയൂല. അതിന് ലന്ന് എന്ന് പറയും. അതേ വഹ്മ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെടുത്തുന്ന ഭാഗം, അതേ ആ ഭാഗം മുൻതൂക്കം നിൽക്കുന്ന ഭാഗമാണെങ്കിൽ അതിന് വഹ്മ് എന്ന് പറയും. അതിനാണ് ഊഹം, ധാരണ എന്ന് പറയുക. അള്ളാഹു പറയുന്നത് ലാ റൈബ ഫീ, ഇതിലൊരു സംശയവുമില്ല, ഇത് റബ്ബുൽ ആലമീന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. എന്തിനാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചതാണ് എന്ന് പറയുന്നത്? നിർമ്മിച്ചതാന്ന് അവർ പറയുന്നത് എന്തിനാണ്? ഖുർആന്റെ മുന്നിൽ അവർ തോറ്റുപോയത് കൊണ്ടാണ്. ഖുർആനെ എതിർക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരെ ഭാഗത്തുനിന്ന് എത്ര അവർ ശ്രമിച്ചിട്ടും അവരെത്ര സാഹിത്യകാരന്മാരായിട്ടും അള്ളാഹുവിന്റെ കലാമിനെ നേരിടാൻ കഴിയുന്നില്ല. മനുഷ്യനതിന് സാധിക്കുകയില്ലല്ലോ. അറബികൾ അള്ളാഹു തആല വെല്ലുവിളിച്ചു, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചു. ചിലപ്പോഴൊക്കെ അവര് പറയാറുണ്ട് നബി തങ്ങൾ ഷാഇറാണ്, അതും ഇതേ രൂപത്തിലാണ്. മറ്റു ചിലപ്പോൾ പറയും സാഹിറാണ്, മാരണം ചെയ്യുന്ന ആളാണ്. മറ്റു ചില ആളുകൾ പറഞ്ഞിരുന്നു മജ്നൂനാണ് എന്ന്. വേറെ ചിലര് പറയുന്നു ഏതോ അനറബികള് സ്വകാര്യമായി വന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് പുറത്ത് ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ വിളമ്പുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇങ്ങനെ പറയുമ്പോ ഖുർആനിന്റെ ചില അധ്യാപനങ്ങളൊക്കെ കേട്ടിട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ സമ്മതിച്ചിട്ടുണ്ട്. പലരും പറയാറുണ്ട് ഇതൊരു ചില്ലറ കലാമൊന്നല്ലോ. വലീദ് ബിൻ മുഗീറ എന്ന് അന്നത്തെ വലിയൊരു സാഹിത്യകാരനാണ്. അദ്ദേഹം തന്നെ ചില ആയത്തുകളൊക്കെ കേൾക്കുമ്പോ പറയും ഇത് വല്ലാഹി മാഹിയ മിൻ കലാമിൽ ബഷർ, ഇത് മനുഷ്യന്റെ വർത്താനല്ല. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ പറയാൻ കഴിയൂല. ഇതെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, എപ്പോഴും ഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്ന, ഇതിന്റെ അടിവേരിൽ ഒരുപാട് മരുന്നുകളുള്ള, എന്നും ഇതിങ്ങനെ ഉയരുന്ന തത്വശാസ്ത്രമാണ്, അധ്യാപനങ്ങളാണ് എന്ന് പല ആയത്തുകളെ പറ്റിയും പറയും. ഖുർആനെ വിമർശിക്കാൻ വേണ്ടി, ഖുർആനോട് എതിർക്കാൻ കഴിയാതിരുന്നപ്പോ അവരിങ്ങനെ പലതും പറഞ്ഞ് 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 എത്രയാണ് അവർ പറഞ്ഞത്? അവർക്ക് പറഞ്ഞു തീരാത്തതുകൊണ്ട് ഒരിക്കൽ അവർ പറഞ്ഞു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറൈതൈനി അദീം, ഈ ഖുർആനൊക്കെ ഇറക്കേണ്ടത് ഒരു 2 ഭൂപ്രദേശങ്ങൾ, 2 ഭൂഖണ്ഡങ്ങൾക്കൊക്കെ അധികാരമുള്ള രാജാവിനല്ലേ ഇറക്കി കൊടുക്കേണ്ടത്. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു അഹും യഖ്സിബൂന റഹ്മത റബ്ബിക്, റബ്ബ് നൽകുന്ന റഹ്മത്തിനെ അവരാണോ വിഭജിക്കേണ്ടത്? റബ്ബല്ലേ ആർക്കാണ് റിസാലത്ത് നുബുവത്ത് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത്? ആ റബ്ബിൻ്റെതല്ലേ ഈ കിതാബ്, അതാരിലൂടെ വെളിവാക്കണമെന്നും അല്ലാഹുവിന്റെ നിശ്ചയമല്ലേ? അവരല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. അല്ലാഹു പറയാണ് അവർക്കിടയിൽ തന്നെ ജീവിതോപാധികൾ നമ്മൾ വ്യത്യസ്തമാക്കിയല്ലേ വിഭജിച്ചത്. അത് ഒരുമിപ്പിക്കാൻ അവർ കഴിയും? എല്ലാവരും മൈശത്ത് ഒരുപോലെയാണോ? അല്ലല്ലോ. ഓരോരുത്തരും മൈശത്ത് വ്യത്യസ്തമായിട്ടല്ലേ. ഇതാരാ കൊടുത്തത്? നമ്മളല്ലേ തന്നത്. എന്നാ നിങ്ങളൊന്ന് തീരുമാനിക്ക്. ഒരേ മൈശത്ത് എല്ലാവർക്കും വേണം, ഒരേ ജീവിത മാർഗം എല്ലാവർക്കും വേണം. അത് നടക്കൂല. വ്യത്യസ്ത രൂപത്തിലല്ലേ അള്ളാഹു വിഭജിച്ചത്. ചിലർക്ക് ചിലരെക്കാൾ വലിയ പദവികൾ കൊടുത്ത് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അല്ലാഹു തആല കൊടുത്തതാണ്. അതുകൊണ്ട് ഇതിനെ വിമർശിക്കാൻ കഴിയൂല. വിമർശിച്ച് വിമർശിച്ച് അവസാനം കണ്ടില്ലേ നിങ്ങൾ അബൂജഹലും കൂട്ടരും പറഞ്ഞത് എന്താണ്? ഖുർആനെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമായ വാക്ക് കണ്ടോ? അള്ളാഹുവിനോട് അവർ പറയാണ് അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക, അല്ലാഹുവേ ഈ ഖുർആൻ നിന്റെ ഭാഗത്തു നിന്നുള്ള സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ഞങ്ങൾക്ക് മേൽ നീ കൽമയ വർഷിപ്പിക്കണം. ബുദ്ധിശൂന്യമായ ചോദ്യാണിത്. ഇത് ബുദ്ധിയുള്ള ആൾക്കാർ ചോദിക്കൂല. കാരണം ഇത് ഹക്കാണെങ്കിൽ ഞങ്ങളെ നീ ഹിദായത്തിലാക്കണം എന്നല്ലേ പറയേണ്ടത്. അങ്ങനല്ലേ ബുദ്ധിയുള്ളവർ പഠിച്ചോനെ ഈ ഖുർആനെ ഹക്കാണെങ്കിൽ ഞങ്ങളെയും നീ അതിലേക്ക് വഴി നടത്തി തരണം എന്നല്ലേ പറയേണ്ടത്. പക്ഷെ മക്കാരെ ചോദ്യം, അബൂജഹലിന്റെയും കൂട്ടരും ചോദ്യം, ഇനി ഒരു നിലക്കുത് ഹക്കാന്ന് നമുക്ക് ഉറപ്പാ, ഇതിനെ തകർക്കാൻ കഴിയില്ല. അപ്പൊ അവസാനം ചോദ്യം, ചില ആൾക്കാർ അങ്ങനെ ചോദിക്കൂലേ, അത് അങ്ങനെ ഹക്കാണെങ്കിൽ എന്നാ മറ്റേത് ഇങ്ങനെ സംഭവിക്കട്ടെ, മറിച്ചത് അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിക്കൂല. അവരങ്ങനെ ചോദിക്കുന്നൊക്കെ സംഭവിക്കാൻ നിൽക്കുക. എന്നാ അങ്ങനെ വലിയ 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 ഷേഖിനും വലിയ കറാമത്തുണ്ടെങ്കിൽ എന്നാ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് തൂഫാനായി പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കൂല.
അങ്ങനെ തീരുമാനം. ഇവരെ ദുആ കണ്ടില്ല, ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക്, പടച്ചോനെ ഈ ഖുർആൻ നിന്റെ ഭാഗത്ത് നിന്ന് വന്ന സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, ഞങ്ങൾക്ക് കൽമയെ വർഷിപ്പിക്കണം. വർഷിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അവീതിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ തരണം. ഇതല്ലല്ലോ ബുദ്ധിയുള്ള ആൾക്കാർ ചോദിക്കേണ്ടത്. ഇത് വിവരക്കേടിന്റെയും ബുദ്ധിക്കുറവിന്റെയും അങ്ങേയറ്റത്തൊരു ഭാഷയാണ്. മറുപടി അല്ലാഹു തആല പറഞ്ഞത് കണ്ടില്ലേ, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അവരങ്ങനൊക്കെ ചോദിച്ചാലും നബിയേ, തങ്ങൾ അവരെ കൂട്ടത്തിൽ ഹയാത്തിലായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കെ അല്ലാഹു അവരെ അദാബിലാക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്തിഗ്ഫാറും ഈ ഉമ്മത്തിനുള്ള രണ്ട് അഭയ കേന്ദ്രങ്ങളാണ്, രണ്ട് രക്ഷാകവചങ്ങളാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ മുറുകെ പിടിക്കണം, എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലണം. അത്താഴത്തിന്റെ നേരത്ത് പ്രത്യേകം ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന് ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം കൂടി പറയുന്നുണ്ട്. അപ്പൊ ചോദിച്ച് വിമർശിച്ചിട്ട് ഇനി സായി ഘട്ടപ്പോഴാണ് അവസാനത്തെ ദുആ. അതിൽപ്പെട്ടൊരു ഭാഷയാണ് അം യഖൂലൂന ഇഫ്തറാ. മക്കക്കാര് പറയുന്നുണ്ടോ ഇത്രയും വിസ്മയാകരമായ അത്ഭുതവഹമായ ഈ ഭാഷയെ എതിർക്കാനോ സാഹിത്യത്തിൽ കേടുണ്ട് എന്ന് പറയാനോ അത് ശരിയായില്ല എന്ന് പറയാനോ കഴിയാത്തത് കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് അവർ പറയുന്നുണ്ടോ? ബൽ, ഒരിക്കലും അങ്ങനെയല്ല. വൽ ഹഖ്ഖു മിർ റബ്ബിക്, തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. റബ്ബിൽ നിന്ന്, തങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് അള്ളാഹു ഇറക്കിയ സത്യമാണിത്. ഇതിനെ എതിർക്കേണ്ടതില്ല. എന്തിനാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്? ഖുർആൻ അവതരണത്തിന്റെ ലക്ഷ്യമാണ് ഇനി പറയുന്നത്. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്. ഒരു ജനതയെ തങ്ങൾ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. എന്താണ് ആ ജനതയുടെ സ്വഭാവം? മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്, തങ്ങൾക്ക് മുമ്പ് ഒരു പ്രബോധകനും ഒരു മുന്നറിയിപ്പുകാരനും അവർക്ക് വന്നിട്ടില്ല. അപ്പൊ അവരത്രയും താഴേക്കിടയിലാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉയർത്തപ്പെട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നതിനിടക്ക് 6 നൂറ്റാണ്ടുണ്ട്. ഈ 6 നൂറ്റാണ്ടിനിടയിൽ ഒരൊറ്റ നബിയും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് പരിശുദ്ധ ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നത്. എത്രത്തോളം അവർ അബദ്ധസഞ്ചാരത്തിലായിരിക്കും എന്ന് ഈ വാക്കിൽ നിന്ന് മനസ്സിലാകും. മാഅതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക്, തങ്ങൾക്ക് മുമ്പ് ഒരു നദീറും ഒരു മുന്നറിയിപ്പുകാരനും അവർക്ക് വന്നിട്ടില്ല. എന്തിനാണ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്? ലഅല്ലഹും യഹ്തദൂൻ, അവര് നേർവഴിയിലേക്ക് വരാൻ വേണ്ടിയാണ്, സന്മാർഗസ്ഥരാകാൻ വേണ്ടിയാണ്. അങ്ങനെ തങ്ങൾ പ്രബോധനം ചെയ്തിട്ടല്ലേ, ഖുർആൻ ഓതിക്കൊടുത്തിട്ടല്ലേ അവർക്കിടയിൽ ഒരുപാട് കാലം പിടിച്ചു നിന്നിരുന്ന, അള്ളിപ്പിടിച്ചിരുന്ന പക മുഴുവനും നീക്കിയത്, വിദ്വേഷങ്ങൾ മുഴുവനും നീക്കിയത്, കലഹങ്ങൾ മുഴുവനും തണുപ്പിച്ചത്, യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത്, പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്തത്, മദ്യവും അതുപോലത്തെ മുഴുവൻ അസാംസ്കാരിക മാർഗങ്ങളും എന്നേക്കുമായി പടിയിറക്കിയത്. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക് ലഅല്ലഹും യഹ്തദൂൻ. മുമ്പൊരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ലാത്ത ഒരു വിഭാഗത്തെ അല്ലാഹു തആല ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ, അവർ നന്നാകാൻ വേണ്ടി അല്ലാഹു തആല അത് കൊടുത്തെങ്കിൽ, മുഅ്മിനീങ്ങളെ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നന്നാകാനും ഈ ഖുർആൻ തന്നെയാണ് അല്ലാഹു ഇറക്കിയിരിക്കുന്നത്. ഇനി മറ്റൊരു ഖുർആൻ വരാനില്ല. ഈ ഖുർആൻ പഠിച്ചിട്ട് ഇത് ഓതിയിട്ട് നമ്മൾ നന്നാകേണ്ടതുണ്ട്. ഇതിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നന്നാകേണ്ടതുണ്ട്. ഉമ്മമാരെ, ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് എത്രയാണ് മഹദിമാര് ഖുർആൻ ഒരായത്ത് തന്നെ ഓതിയത്. കേട്ടില്ലേ നിങ്ങൾ? അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബീവി, ആ ബീവിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. 100 വയസ്സ് ജീവിച്ച മഹദിയാണ്. 100ാമത്തെ വയസ്സിലും ഒറ്റ പല്ല് പോലും കൊഴിഞ്ഞു പോയിട്ടില്ല. സൗന്ദര്യം അശേഷം കുറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ ഈ ഒരു മഹദിക്കൊരു ഏറ്റവും അറിയപ്പെട്ടൊരു പേരുണ്ട്,
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോ ഭക്ഷണങ്ങളും മറ്റുമൊക്കെ ഒരു ചാക്കിലാക്കിയിട്ട് അത് കെട്ടാൻ ഒരു കയറ് കാണാതിരുന്നപ്പോ അരപ്പട്ട എടുത്തിട്ട് അത് 2 പാളിയാക്കി കീറിയിട്ട് കെട്ടിക്കൊടുത്തതിന്റെ പേരിൽ 2 അരപ്പട്ടയുടെ സഹോദരി എന്നൊരു പേര് വന്നിട്ടുണ്ട്. അതൊരു സംഭാവനയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വലിയ ധൈര്യമുള്ള മഹദിയായിരുന്നു. മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കഴുമരത്തിൽ കയറ്റിയിട്ടും അസ്മാ ബീവി ചൂളിപ്പോയിട്ടില്ല. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ മകനെ കൊന്നവൻ നീയാണ്, നിനക്ക് അല്ലാഹു പകരം തരാതിരിക്കില്ല. ഖുർആനിൽ അവർക്ക് വലിയ പാണ്ഡിത്യമാണ്. ഒരു ദിവസം അതാ അസ്മാ ബീവിയുടെ വീട്ടുമുറ്റത്തുകൂടെ അബ്ബാദ് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ പോകുമ്പോ മഹദി ഖുർആൻ ഓതുന്നുണ്ട്. സ്വർഗത്തിൽ കയറിയിട്ട് സ്വർഗവാസികൾ പറയുന്ന ഒരു സ്നേഹത്തിന്റെ വാക്കുണ്ട്, സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു വചനമുണ്ട്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹു നമുക്ക് വലിയ ഗുണം ചെയ്തു. ആ വേദനിപ്പിക്കുന്ന രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന ശിക്ഷ അല്ലാഹു നമുക്ക് കാത്തല്ലോ എന്ന മഹാ അനുഗ്രഹം സ്വർഗക്കാരിങ്ങനെ പറയും. ആ പറയുന്ന ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതുകയാണ്. മഹാനവർകൾ പറയുന്നു, ഞാൻ അവിടെ നിന്ന് പോയി മദീനത്തെ മാർക്കറ്റിൽ പോയി എന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് ഞാൻ തിരിച്ചു വരുന്നു. മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ആവർത്തിക്കുന്നത് ഇതേ ആയത്ത് തന്നെയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. ഖുർആൻ കൊണ്ട് അവരെ മനസ്സ് തടഞ്ഞു നിർത്തുന്നത്, ഖുർആനിന്റെ ആശയങ്ങൾക്കിടയിൽ മനസ്സ് കൊണ്ടുപോയി വെക്കുന്നത്, ദുനിയാവിന്റെ അതിർപ്പങ്ങൾ കണ്ട് കുറെ നേരം നോക്കി നിൽക്കാറില്ലേ? ഇൽമിന്റെ കുറവ് കൊണ്ടാണ്, വിവരത്തിന്റെ കമ്മി കൊണ്ടാണ്. ആഖിറത്തെ പറ്റി നല്ല ബോധമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആനെ പറ്റി അറിവുണ്ടെങ്കിൽ അത് ഓതുന്നതിൽ നിന്ന് ശ്രദ്ധ മാറൂല, അലംഭാവം വരൂല, മടി തോന്നൂല, ഒരു ദിവസവും കഴിയൂല. അതിന് പഠിക്കാനാണ് നമുക്ക് സന്നദ്ധത വേണ്ടത്. ഖുർആൻ നമ്മയും മുന്നറിയിപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഖുർആൻ ഓതി കൊടുത്തിട്ടല്ലേ നിരീശ്വരവാദികളെ, യുക്തിവാദികളെ ഇരുത്തേണ്ടിടത്ത് മഹാന്മാർ ഇരുത്തിയത്. എത്ര മഹാന്മാരങ്ങനെ ഇരുത്തി. ഒരുപാട് മഹാന്മാർ ഖുർആൻ ഓതി കൊടുത്ത് വാദങ്ങൾ ഗണ്ണിച്ചത് കൊണ്ട് എത്ര രക്ഷയാണ് ലോകത്ത് കിട്ടിയത്. അതും ഒരു മുന്നറിയിപ്പാണ്. വിവരമില്ലാത്തവർക്കല്ലേ മുന്നറിയിപ്പ് കൊടുക്കുന്നത് അവർ നന്നാകാൻ. മദ്യപാനം കുമിഞ്ഞുകൂടി വന്നിരുന്ന ലോകത്ത് ഖുർആനല്ലേ അത് പൂർണ്ണമായും നിർത്തിക്കാണിച്ചു കൊടുത്തത്. തീരെ ഇല്ലാത്ത രൂപത്തിൽ, എവിടെയും കാണാത്ത രൂപത്തിൽ, അസ്തമിച്ച് ജനങ്ങളോടതിന് വെറുപ്പ് വരുന്ന രൂപത്തിൽ ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്തത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യമാണ്. ഒരുപാട് ഖുർആൻ ഓതിയ മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. ഒരായത്ത് തന്നെ ഒരു രാത്രി മുഴുവനും ഓതി. ഒരൊറ്റ ആയത്ത് മാത്രല്ല, അങ്ങനെ വിവിധ ആയത്തുകളുണ്ട്. ബലിസ്സാഅതു മൗഇദുഹും ഫസാഅതു അദ്ഹാ വഅമർ. വല്ലാതെ ചിന്തിക്കേണ്ട ഒരു ആയത്താണ് സൂറത്തുൽ ഖമറിൽ ആയത്ത്. ബലിസ്സാഅതു മൗഇദുഹും, ഇന്നിങ്ങനൊക്കെ നടക്കട്ടെ, ഖിയാമത്ത് നാളാണ് അവരുടെ വാഗ്ദത്ത സ്ഥലം. ബലിസ്സാഅതു മൗഇദുഹും, ഖിയാമത്ത് നാളാണ് അവരുടെ വാഗ്ദത്ത സമയം. ഫസ്സാഅതു അദ്ഹാ വഅമർ, ഖിയാമത്ത് നാൾ അദ്ഹാ കൂടുതൽ പരിഭ്രമമേറിയതാണ്, വഅമർ കൂടുതൽ കൈപ്പേറിയതുമാണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് നേരം വെളുത്തുപോയി. എത്ര രാവിലെ എത്ര രാത്രികളിലാണ് സുബ്ഹി നിസ്കാരത്തിന്റെ ടൈമിൽ അവസാനിപ്പിച്ചത്. കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോടുള്ള ഭക്തി മൂലം മഹാനവർകൾ എത്രയാണ് കണ്ണീരൊഴുക്കിയത്. ആ മഹാനുഭാവൻ ഖുർആനിന്റെ അർത്ഥതലങ്ങളെ കൊണ്ട് ഉഗ്രവാദികൾ, നിരീശ്വരവാദികളെ നേരിട്ടിട്ടുണ്ട്. ഇരുത്തേണ്ടിടത്തവരെ ഇരുത്തിയിട്ടുണ്ട്, ഇൽമ പകർത്തി കൊടുത്തിട്ടുണ്ട്. കാരണം അതിനും ഖുർആനാണ്, ഖുർആനല്ലേ ഇൽമ്. ലിതുൻദിറ ഖൗമൻ മാ അതാഹു മിൻ നദീരി മിൻ ഖബ്ലിക്, മുമ്പൊരു മുന്നറിയിപ്പുകാരനും വരാത്ത ഒരു ജനതക്ക് മുന്നറിയിപ്പ് നൽകി നന്നാക്കാനല്ലേ ഖുർആൻ. നന്നാകാത്തവരൊക്കെ നന്നാക്കാനുള്ള വഴിയാണ് ഖുർആൻ.
ഏറ്റവും നല്ല വഴിയാണ് ഖുർആൻ. അബൂ ഹനീഫ തങ്ങളെടുത്ത് ജഹ്മു ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ജഹ്മിയ എന്ന പിഴച്ച ഒരു പാർട്ടി ഉണ്ടായിരുന്നു പഴയ കാലത്ത്, വിവിധ വികലവാദങ്ങളുള്ള. അവരുടെ നേതാവാണ് ഇയാൾ. അദ്ദേഹം വന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് കുറെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്, ഒക്കെ എഴുതി തയ്യാറാക്കിയ വന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്നോട് കൂടെ സംസാരിക്കുന്നത് ഒരു വഷളത്തരം തന്നെയാണ്. എന്താണ് നിന്നോട് കൂടെ സംസാരിക്കുന്നത്? വഷളത്തരമാണ്. നിന്റെ വാദഗതിയിലൊക്കെ ആഴത്തിലേക്ക് ഇറമ്പ് പ്രവേശിക്കാൻ പറഞ്ഞ നരകത്തിൽ പോകാനുള്ള വഴിയാണെന്ന് പറഞ്ഞു. അപ്പൊ ജഹ്മു പറഞ്ഞു, അല്ല, എന്റെ മേലിൽ ഞാനൊന്നും പറയാത്തത്, എന്നിൽ നിന്ന് നിങ്ങൾ അറിയാത്തത് നിങ്ങൾ എങ്ങനെ വിധിക്കല്? നിങ്ങൾ എന്റെ സംസാരം കേട്ടില്ലല്ലോ, കേൾക്കാൻ പോകുന്നില്ലുള്ളൂ. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നിന്നെപ്പറ്റി എനിക്ക് ഒരുപാട് വാർത്തകൾ കിട്ടിയിട്ടുണ്ട്. അതൊരു മുസ്ലിമായ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന വാദല്ല. ലാ തസ്ദുറു അൻ റജുലിൻ മിൻ അഹ്ലിൽ ഖിബല. ഖിബലക്കാര് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പറ്റി, ആ ഖിബലക്ക് നിസ്കരിക്കുന്നവര്, അവരിൽ നിന്നൊരു കുട്ടിയിൽ നിന്നും ഉണ്ടാകാത്ത വാദഗതികളാണ് നിന്നിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ജഹ്മു ബിൻ സഫ്വാൻ ചോദിച്ചു, അതല്ല, നിങ്ങൾ അതഹ്കുമു അലയ്യ ബിൽ ഗൈബി, അദൃശ്യമായത് കൊണ്ട് എന്റെ മേല് നിങ്ങൾ വിധിക്കുകയാണോ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നിന്റെ ഈ വാദം പ്രചാരം നേടിയിട്ടുണ്ട്. അദൃശ്യജ്ഞാനൊന്നുമല്ല, ലോകത്തെല്ലാവർക്കും പരസ്യമായിട്ടറിയാം, പൊതുജനങ്ങളും പ്രത്യേകക്കാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ മുത്തവാത്തിറായ എണ്ണം കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റും. മുത്തവാത്തിറായ എണ്ണം എന്ന് പറഞ്ഞാൽ അത്രയും എണ്ണം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഒരു വാർത്ത പറഞ്ഞാൽ അത് കളവാണെന്ന് ജനം പറയില്ല. അത്രയും അധികം ആളുകൾക്ക് നിന്റെ വിവരം അറിയും. അപ്പൊ ജഹ്മു ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഈമാനെ പറ്റി ഒരു വിഷയം ചോദിക്കാനാ വന്നത്. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഇത്രയും ടൈമായിട്ട് ഈമാനെ നിനക്ക് തിരിച്ചറിഞ്ഞിട്ടില്ലേ? നിനക്ക് ഈമാനെ പറ്റി ഒന്നും തിരിഞ്ഞിട്ടില്ലേ? അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ഉസ്താദന്മാരൊന്നും പറഞ്ഞു തരാത്ത ചില ഈമാൻ കാര്യം പറഞ്ഞു തരാന്ന് അറിയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരാരും പറയാത്ത കുറച്ച് സിറുല്ലസ്റാർ പറഞ്ഞു തരാന്ന് അറിയും. എന്നിട്ട് ആരെങ്കിലും പറ്റി. ജഹ്മു പറയാണ്, അതേ, ഈമാനെ പറ്റി മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഈമാനിൽ സംശയിക്കാന്ന് പറഞ്ഞാൽ കുഫ്റാണ്. ഈമാനിൽ സംശയിക്കൽ കുഫ്റാണ്. അങ്ങനൊക്കെ വിശ്വസിച്ചാൽ മതി, അങ്ങനൊക്കെ നിസ്കരിച്ചാൽ മതി എന്നറിയില്ലേ? ഏറ്റവും വലിയ കേടതാ. നിസ്കാരൊക്കെ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് പാകണ്ടാവുമ്പോൾ നിസ്കരിച്ചാൽ മതി. അത് ഒരു നിലക്ക് നിസ്കാരത്തിന്റെ വുജൂബിനെ നിഷേധിക്കലാണ്. രിദ്ദത്തിന്റെ സബബുകളിൽ നോക്ക് നിങ്ങൾ. ഫതുഹുൽ മുഈനിലും തുഹ്ഫയിലും എല്ലാ കിതാബുകളിലും എണ്ണി പറഞ്ഞതാണ്, ദീനിൽ അനിഷേധ്യമായി അറിയപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം നിഷേധിക്കും, മുർത്തദ്ദായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നോമ്പൊന്നും നോറ്റോണമെന്നില്ല, നിസ്കാരം നിസ്കരിച്ചോണമെന്നില്ല. അതൊക്കെ അള്ളാഹു തആലക്ക് അറിയില്ലേ? അള്ളാഹു തആല നമ്മളെ എളാപ്പം മുത്താപ്പേറ്റെന്നാ കരുതുന്നത്. അങ്ങനെ ഒരു കണക്ക് ലാഘവത്തോട് അള്ളാഹിനെ കണക്കാക്കിയിട്ട് ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പത്രത്തിന്റെ അപ്പുറപ്പുറമായി കണക്കാക്കിയിട്ടുള്ള ഒരു ധാരണയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്ക്, ജഹ്മു ബിൻ സഫ്വാൻ പറയാണ്, ഈമാന് സംശയിക്കൽ കുഫ്ര, പക്ഷെ എനിക്ക് ഒരു വിഷയമുണ്ട്, അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്നാ ചോദിച്ചോന്നാണ്, നിനക്ക് തോന്നി നീ ചോദിച്ചോന്നാ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു. അപ്പൊ ജഹ്മു പറഞ്ഞു, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, മനസ്സുകൊണ്ട്, ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ, നീ സംശയിച്ചോണ്ട, മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഒരാൾ അറിഞ്ഞു, അള്ളാഹ് വാഹിദാണ്, അള്ളാഹ്ക്ക് ശരീക്കില്ല എന്നൊക്കെ മനസ്സുണ്ട്. പക്ഷേ സിഫത്തും അള്ളാഹു താല സിഫത്തൊക്കെ അയാൾക്ക് അറിയും. അള്ളാഹു താലാനെ പറ്റി അയാൾക്ക് എല്ലാ സിഫത്തുകളിലൊക്കെ വിശ്വാസമുണ്ട്. നാവ് കൊണ്ട് പരസ്യപ്പെടുത്താതെ അയാൾ മരിച്ചു. എന്നാ ഇയാൾ മൂമിനായിട്ടാണോ മരിച്ച, അല്ലാതെയാണോ മരിക്കുക? മനസ്സിന് ശരിക്കറിയാം, ശരിക്കും മനസ്സിൽ ഉറപ്പുണ്ട്. നാവ് കൊണ്ട് അയാള് പരസ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അയാൾ മരിച്ചാൽ മൂമിനായിട്ടാണോ മരിക്കുക, അല്ലാതെയാണോ മരിക്കുക? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, യമൂതു കാഫിറാ, സംശയം വേണ്ട, നിഷേധിയായിട്ട് മരിച്ചുപോയി, അയാൾ നരകക്കാരനുമാണ്. അയാൾ നാവ് കൊണ്ട് മനസ്സിൽ അറിഞ്ഞത് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ജഹ്മു ചോദിച്ചു, എങ്ങനെ മൂമിനാകാതിരിക്കും? അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിലാക്കി വിശ്വാസം ഉണ്ടല്ലോ. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഖുർആൻ നീ തെളിവായി അംഗീകരിക്കുമെങ്കിൽ ഖുർആൻ കൊണ്ട് ഞാൻ നിന്നെ നിർത്തിത്തരാം. ഖുർആൻ തെളിവായി അംഗീകരിക്കൂലെങ്കിൽ ബുദ്ധി കൊണ്ട് ഞാൻ നിന്നെ നിർത്തിത്തരാം. ഏതാ വേണ്ടത് പറയൂ? അബൂ ഹനീഫ തങ്ങളെ ഇൽമാണ്, അള്ളാഹു നമുക്ക് ബർക്കത്ത് തരട്ടെ. ഇത്ര വലിയ മഹാനാണ്, ഇൽമിന്റെ ഭണ്ഡാരം ബഹറല്ലേ. നിനക്ക് ഖുർആൻ തെളിവായിട്ട് നീ അംഗീകരിക്കണമെങ്കിൽ ഖുർആൻ കൊണ്ട് നിന്നെ നിർത്തിത്തരാം, ശരിക്ക് തെളിവ് പറഞ്ഞുതരാം. അല്ല, ഖുർആൻ തെളിവല്ലേ, എന്നാ പിന്നെ നിനക്ക് ബുദ്ധി ആയിരിക്കും പുറത്തുണ്ടാകുക, ബുദ്ധി കൊണ്ട് നിർത്തിത്തരാം. ഏതാ വേണ്ടത്? അപ്പൊ ജഹ്മു പറഞ്ഞു, ഖുർആനെ ഞാൻ തെളിവായി സ്വീകരിക്കും. ഖുർആൻ ഓതിയാൽ തെളിവായി സ്വീകരിക്കും. സ്വീകരിക്കോ? എന്നാ അല്ലാഹു തആല ഈമാനെ പരിഗണിച്ചത് രണ്ടവയവങ്ങളെ കൊണ്ടാണ്, ബിൽ ഖൽബി വൽ ലിസാൻ.
ഖൽബും ലിസാനും രണ്ടും ചേർത്തിട്ടാണ് ഈമാൻ പരിഗണിച്ചത്. ഒന്നുകൊണ്ട് മാത്രം അല്ല മതിയാക്കിയിട്ടില്ല. കിതാബും ഹദീസും ഒക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്, തെളിവോതി കൊടുക്കുകയാണ്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ്ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. നബി തങ്ങൾ ഖുർആൻ ഇറക്കപ്പെട്ടത് ഓതിക്കൊടുത്താൽ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് സത്യം മനസ്സിലായതിന്റെ പേരിലാണ് യഖൂലൂന, മനസ്സിലങ്ങ് ഉറപ്പിച്ചിട്ട് അവർ പറയും, റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ഞങ്ങൾ വിശ്വസിച്ചു അല്ലാ, ഷാഹിദീങ്ങളിൽ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാ എന്ന് ഖുർആൻ കേൾക്കുമ്പോ കേൾക്കുന്ന ആൾക്കാർ പറയാറുണ്ട്. എന്നിട്ട് അള്ളാഹുവിന് സവാബ് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു വിശ്വാസം ഏറ്റു പറഞ്ഞതിന് ഫഅസാബഹുമുല്ലാഹു ബിമാ ഖാലൂ, അവര് പറഞ്ഞത് കൊണ്ട് അല്ലാഹു അവർക്ക് സവാബ് നൽകി. മനസ്സിൽ അറിഞ്ഞുകൊണ്ട് എന്നല്ല, നാവ് കൊണ്ട് പറഞ്ഞത് കാരണം, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞത് കാരണം ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, കാലകാലം താമസിക്കാൻ യോഗ്യമുള്ള അവസരമുള്ള താഴ്ഭാഗത്തുകൂടെ ഹാറുകൾ ഒഴുകുന്ന തോട്ടങ്ങൾ അല്ലാഹു അവർക്ക് സവാബ് നൽകി. ഇത് മാത്രല്ല, വിശ്വസിക്കാൻ പറഞ്ഞിടത്തും ഖൂലു ആമന്നാ ബില്ലാ, ഖുർആനിൽ കണ്ടില്ല, നിങ്ങൾ ആമന്നാ ബില്ലാ എന്ന് പറയണം. വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബൽ അസ്ബാത്ത് വമാ ഉതിയ മൂസാ വഈസാ വമാ ഉതിയ നബിയ്യൂന മിൻ റബ്ബിഹിം. മുൻഗാമികളായ നബിമാർക്കൊക്കെ ഇറക്കപ്പെട്ടത് കൊണ്ടും ഞങ്ങളെ നബിക്ക് ഇറക്കപ്പെട്ടതുകൊണ്ടൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു നിങ്ങൾ പറയണം. മനസ്സിൽ ഉറപ്പിച്ചാൽ പോരാ, അപ്പൊ രണ്ടും വേണം. ഇനി ഹദീസും വേണമെങ്കിൽ പിടിച്ചോ. അല്ലാഹു തആല ഹദീസിലും ഇങ്ങനെ തന്നെയാണ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ എന്നാ നിങ്ങൾക്ക് വിജയിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളണമെന്നല്ല, മനസ്സിലാക്കണമെന്നല്ല, പറയണം. യഖ്റുജു മിനന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് വിശ്വസിച്ചവരൊക്കെ സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് പുറപ്പെടും. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞവരൊക്കെ നരകത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് പ്രഖ്യാപിച്ചവർ, പ്രഖ്യാപിക്കാൻ നാവിന് തടസ്സമൊന്നുമില്ലേ, അങ്ങനെ പ്രഖ്യാപിച്ചോ, നാ ഒലക്ക നരകത്തിൽ നിന്ന് സ്വർഗത്തേക്ക് പുറപ്പെടും. അതുകൊണ്ട് ജഹ്മേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു തആല ഇങ്ങനെ ഒരു മനസ്സിലുള്ള വിശ്വാസം മാത്രമാണ് അല്ലാഹു തആല ഇതിനെ തെളിവാക്കിയെങ്കിൽ ഇബ്ലീസൊക്കെ ആ കൂട്ടത്തിലല്ലേ? ഇബ്ലീസ് അല്ലാഹനെ എതിർത്തണോ? അബൂ ഹനീഫ തങ്ങൾ വെച്ച്, ഇബ്ലീസ് ഇപ്പൊ അല്ലാഹനെ എതിർത്തിട്ടൊന്നുമില്ലല്ലോ. ഇബ്ലീസിനൊരു കിബർ ഇങ്ങനെ കൂടി വന്നിട്ടല്ലേ പോയത്. അല്ലാഹനെ ശരിക്കും അറിയുന്ന ആളല്ലേ ഇബ്ലീസ്? റബ്ബിനെ അറിഞ്ഞിട്ടല്ലേ ഇബ്ലീസ് സ്വർഗത്തിലല്ലേ ഉണ്ടായിരുന്നത്? റബ്ബിനെ നല്ലോണം അറിയുന്ന ആളല്ലേ. സൃഷ്ടിച്ച ആളും റബ്ബാണ് എന്ന് ഇബ്ലീസിനറിയും, മരിപ്പിക്കുന്ന ആളും റബ്ബാണ് എന്നറിയും, ജീവിപ്പിക്കുന്ന ആളും റബ്ബാണ് എന്നറിയും. ഇബ്ലീസിനെ വഴിതെറ്റിക്കാൻ സബബ് ഒരുക്കിയതും അല്ലാഹു ആണ് എന്ന് ഇബ്ലീസിനറിയും. അല്ലാഹു ഇബ്ലീസിനെ അറിയുന്ന ആളല്ലേ. ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി, ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, എന്നെ സൃഷ്ടിച്ചത് നീയാണ്, നീ എന്നെ സൃഷ്ടിച്ചത് മിന്നാരിൻ തീനാലാണ്, വഖലഖതഹു മിൻ തീൻ റബ്ബി അൻളിനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാരണ ദിവസം അങ്ങനെ ഒന്നുണ്ട് എന്ന് ഇബ്ലീസിന് വിശ്വാസം ഉണ്ടല്ലോ, അതുവരെ എനിക്ക് നീ ജീവിതം തരണം. ഇതൊക്കെ ഇബ്ലീസിന് അറിയില്ലേ? എന്നിട്ട് ഇബ്ലീസ് എവിടെയാണ് പോകുന്നത്? നീ വാദിക്കുന്ന അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ സത്യനിഷേധികളിൽ നിന്ന് ഒരുപാട് ആളുകൾ റബ്ബിനെ അറിഞ്ഞതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകേണ്ടി വരും. നാവ് കൊണ്ടാണെങ്കിൽ അവർ എതിർക്കുന്നുണ്ട്. അതിനും ഖുർആൻ ഓതി കൊടുത്തു, വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും. കണ്ടില്ലേ അല്ലാഹ് പറഞ്ഞത്? അവർ നിഷേധിച്ചു, അവരെ മനസ്സ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. മനസ്സുറപ്പിച്ച് പറയുന്നത് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചില്ല, നാവ് കൊണ്ട് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കേട്ടപ്പോ ജഹ്മു ബിൻ സഫ്വാൻ പറഞ്ഞു, എനിക്കറിയാത്ത പലതും നിങ്ങൾ എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നല്ലോ, ഞാൻ പിന്നെ മടങ്ങി വന്ന് ചോദിച്ചോളാം. പിന്നൊരു കാലത്തും ജഹ്മു മടങ്ങി വന്നിട്ടില്ല. ജഹ്മിന്റെ വാദഗതികളെ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് ഇനിയൊരു നിരീശ്വരവാദിയും ഒരാളും അങ്ങനെ വരാൻ പാടില്ല, ഒരു സത്യവാദിയും ഉഗ്രവാദിയും ഈ വാദം കൊണ്ട് വരാൻ പാടില്ല എന്നതിന് വേണ്ടി എല്ലാ കാലത്തേക്കും വേണ്ടി അത് നിർത്തലാക്കി വെച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നന്നായി ഖുർആൻ ഉൾക്കൊള്ളണം, ഖുർആന് ധാരാളം ഓതണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.